ഹലോ എവരി വൺ. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഇന്നലെ ഇതേ സമയത്ത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇന്നലെ ഇതേ സമയം ഈ ഒരു മണിക്കൂറിൽ എന്താണ് നിങ്ങൾ ചെയ്തത് എന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല എങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ. സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല. എന്നാൽ നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 ഗുണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഞാൻ പറയാൻ പോകുന്ന ഈ 6 കാര്യങ്ങൾ നേടിയെടുക്കാൻ ജസ്റ്റ് ഒരു ദിവസം 1 മിനിറ്റ് ചെലവഴിച്ചാൽ മതി. നമുക്കറിയാം, നമ്മൾ ജിമ്മിൽ പോയാൽ നമ്മുടെ ബോഡി സ്ട്രോങ് ആവും അല്ലെ, മസിൽ സ്ട്രോങ് ആവും, ബോഡി സ്ട്രോങ് ആവും. ഉറപ്പായ കാര്യമല്ലേ? അത് ഉറപ്പായ കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഈ ഒരു 1 മിനിറ്റ് എക്സസൈസ് കൊണ്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പെൻ ആവശ്യമില്ല, പേപ്പർ ആവശ്യമില്ല, ശരീരത്തിന്റെ ഒരു ഭാഗവും അനക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. ഈ ഒരു എക്സസൈസ് കൊണ്ട് നിങ്ങൾക്ക് 6 കാര്യങ്ങൾ നേടിയെടുക്കാം. ഈ എക്സസൈസ് നിങ്ങൾ നിത്യമായി ചെയ്താൽ ജസ്റ്റ് 1 മിനിറ്റ് ഇന്നിടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 ഗുണങ്ങൾ കിട്ടും. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ മെമ്മറി അത് വളരെ ഗണ്യമായി വർദ്ധിക്കും. നിങ്ങളുടെ ഫോക്കസും വർദ്ധിക്കും. നിങ്ങളുടെ മെമ്മറി പവർ അതിപ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയാവും. അതുപോലെ തന്നെ ഫോക്കസ്, വളരെ കൃത്യമായ ഫോക്കസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കാൻ തുടങ്ങും. ഞാൻ ഇന്നലെ ചെയ്തതിൽ എന്തായിരുന്നു മിസ്റ്റേക്ക്, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്തായിരുന്നു ചെയ്യാൻ പാടില്ലാത്തത്, നാളെ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ബോധം നിങ്ങൾക്ക് വന്നു ചേരും. മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ തുടങ്ങും. അതായത് എനിക്ക് ഇന്ന ഗുണങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇന്നലെ ഉണ്ടായി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവും. നെഗറ്റീവ് ഫീലിംഗ് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് നീങ്ങും. പോസിറ്റീവ് ഫീലിംഗ് നമ്മുടെ മനസ്സിൽ വന്നാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കും. നമുക്ക് എപ്പോഴും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നാലാമത്തത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സും വളരെ വളരെ കുറയാൻ തുടങ്ങും. കാരണം നിങ്ങൾക്ക് ആ ഒരു കാര്യം, ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ആ ഓർത്തെടുത്ത കാര്യങ്ങൾ ക്ലോസിംഗ് ആയിട്ട് ഒരു ഫീലിംഗ് വരും. അതായത് ഒരു തുറന്നു വെച്ച ഒരു കാര്യം അടച്ചു വെച്ചാൽ നമുക്കൊരു ഫീലിംഗ് കിട്ടില്ല. അതുപോലെ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ ഒരു ക്ലോസ് ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അതായത് നിങ്ങളുടെ ആങ്സൈറ്റിയും നിങ്ങളുടെ സ്ട്രെസ്സും കുറഞ്ഞു വരാൻ തുടങ്ങും. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾക്ക് സെൽഫ് അവയർനെസ് വരും. ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ഞാൻ ചെയ്യുന്നതിൽ ബാഡ് ഹാബിറ്റ്, ഏതാണ് ഗുഡ് ഹാബിറ്റ്, ഇങ്ങനെയുള്ള ഒരു നമ്മളെ തന്നെ ഒരു അനലൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു സെൽഫ് അവയർനെസ് വരാൻ തുടങ്ങും. അതിന്റെ ഗുണം എന്താണ്? നാളെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തതിൽ ഇത് തെറ്റായിരുന്നു, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് വരാൻ വേണ്ടി സാധിക്കും. ആറാമത്തെ ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗോൾ അലൈൻമെന്റ് എൻഹാൻസ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടി ഞാൻ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, ഞാൻ ഇന്നത് ആ ഗോളിലേക്ക് എത്താൻ വേണ്ടി ചെയ്യണം, ഇന്നത് എൻ്റെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല എന്നിങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗോളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങും. ഇനി എന്താണ് ഈ എക്സസൈസ് എന്നല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇതിന് നോട്ട്ബുക്ക് വേണ്ട, പെന്ന് വേണ്ട, ഒരു സ്പേസ് വേണ്ട, അതുപോലെ തന്നെ ഒന്നും വേണ്ട. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് കൂളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു സ്ഥലത്ത് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇതേ സമയം ഇന്നലെ എന്താണ് ചെയ്തത്, ലാസ്റ്റ് 24 മണിക്കൂർ എങ്ങനെ ചെലവഴിച്ചു എന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ഇന്നലെ ഇതേ സമയം, അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അത് കഴിഞ്ഞ് 1 മണിക്കൂർ എന്ത് ചെയ്തു, അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അങ്ങനെ നിങ്ങൾ സീക്വൻസ് ആയി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്ന അറിയോ? നിങ്ങൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു ആഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഓർത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 6 ഗുണങ്ങളും നിങ്ങൾ ഉണ്ടായിത്തീരും. നിങ്ങളുടെ മെമ്മറി പവർ, ഫോക്കസ് ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങളുടെ ഗോൾ അലൈൻമെന്റ് നിങ്ങൾക്ക് ഉണ്ടാവാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാവാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങളുടെ ആങ്സൈറ്റി, അതുപോലെ തന്നെ സ്ട്രെസ് ഒക്കെ കുറയാൻ തുടങ്ങും. ഇങ്ങനെ 6 ഗുണങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.